ഹെൽത്ത് ആൻഡ് ബ്യൂട്ടി ടോക്കിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളൊരു ഫംഗ്ഷന് പോകുമ്പോൾ സ്വന്തമായി നമുക്ക് എങ്ങനെ ഒരുങ്ങാം എന്നതിനെ കുറിച്ചാണ് ഞാനിവിടെ പ്രതിപാദിക്കുന്നത്. അതായത് നമ്മൾ ഒരു ഫംഗ്ഷന് പോകുമ്പോൾ നമ്മൾ ബ്യൂട്ടി പാർലറിലൊക്കെ പോയി ഒരുങ്ങുമ്പോൾ ധാരാളം പണച്ചിലവാകും. അതിന് പകരം നമ്മൾ ഇങ്ങനത്തെ പ്രോഡക്റ്റുകൾ നമ്മുടെ വീട്ടിൽ മേടിച്ച് വെച്ച് അതിൻ്റെ പൈസയുടെ പകുതി പോലും ആകത്തില്ല. ഈ സാധനങ്ങൾ മേടിച്ച് നമ്മൾ ഉപയോഗിക്കുമ്പോൾ വർഷങ്ങളൊക്കെ നമുക്ക് ഉപയോഗിക്കുകയും ചെയ്യാം. അതിനായി ആദ്യമായി നമ്മൾ ഉപയോഗിക്കുന്നത് പോൺസിൻ്റെ മോയിസ്ചറൈസറാണ്. പോൺസിൻ്റെ മോയിസ്ചറൈസർ ആദ്യം കയ്യിലെടുത്ത് ഉരയ്ക്കേണ്ട, ജസ്റ്റ് ഇതിൻ്റെ കയ്യിലെടുത്തിട്ട് ഇവിടെ മുഖത്ത് തേക്കുന്നു. കയ്യിലെടുത്ത് തേക്കരുതെന്ന് പറയുന്ന കാര്യം, കൈ ഡ്രൈ ആയതുകൊണ്ട് ഇവിടെ എടുത്ത് തേക്കുമ്പോൾ കൈയുടെ സ്കിന്ന് തന്നെ അബ്സോർബ് ചെയ്ത് ഈ സാധനം പോകും. അപ്പോൾ നമ്മൾ മുഖത്ത് തേക്കുമ്പോൾ നമുക്ക് കിട്ടത്തില്ല, ആവശ്യത്തിന് കിട്ടത്തില്ല. അതിനു വേണ്ടിയാണ് ഇങ്ങനെ നേരെ ജസ്റ്റ് പൊട്ടോട്ട് തേച്ച് എല്ലായിടത്തും ആക്കുക. അതിന് ശേഷം രണ്ടാമതായി സൺസ്ക്രീൻ. ഞാൻ ഉപയോഗിക്കുന്ന മിനിമലിസ്റ്റിൻ്റെ SPF 50 എന്ന് പറയുന്ന സൺസ്ക്രീനാണ്. അത് സൺസ്ക്രീന് ഉപയോഗിക്കുന്നു. അത് കയ്യിൽ ഇങ്ങനെ എടുത്തിട്ട് എവിടെയെങ്കിലും പോവുകയാണെങ്കിൽ സൺസ്ക്രീൻ ഉപയോഗിക്കണം. അല്ലെങ്കിൽ നമ്മുടെ മുഖം സണ്ണിൻ്റെ ഇത് റേസ് ആയിട്ട് കരിഞ്ഞു പോകും, പാട് ഭയങ്കരമായിട്ടുണ്ടാവും. സൺസ്ക്രീൻ 5 മിനിറ്റ് അബ്സോർബ് ചെയ്യാൻ അനുവദിക്കാം മുഖത്ത്. അതിനുശേഷം ലാക്മേയുടെ 95 ഫൗണ്ടേഷൻ ബേജ് വാനില എന്ന് പറയുന്ന ഇതാണ് എൻ്റെ മുഖത്തിന് ചേരുന്നത്. അപ്പം നമ്മളൊരു കടയിൽ ചെന്ന് മേടിക്കുമ്പോൾ നമ്മുടെ മുഖത്തിട്ട് ഒരുങ്ങാതെ പോയിട്ട് നമുക്ക് നമ്മുടെ മുഖത്ത് ചേരുന്നത് ഇട്ട് നോക്കിയിട്ട് മേടിക്കണം. അതിനേക്കാൾ നമുക്ക് ചേരുന്ന അല്ലെങ്കിൽ പുട്ടി അടിച്ചാണെങ്കിൽ നമ്മുടെ മുഖം വല്ലാതെ വൃത്തികേടാവും. ഇത് ബേജ് വാനിലയുടെ 925 ലാക്മേ. അത് ഞാൻ എടുത്തിട്ട് എല്ലായിടത്തും ഇച്ചിരി ഇച്ചിരി വെച്ച് നോക്കിയിട്ട് ഉപയോഗിച്ച് പിടിപ്പിച്ചാൽ മതി. ഫൗണ്ടേഷനോ 5 മിനിറ്റ് നമ്മുടെ മുഖത്ത് അബ്സോർബ് ചെയ്യാൻ അനുവദിക്കുക. എങ്കിൽ മാത്രമേ നമ്മളുടെ മുഖത്ത് ബാക്കി വല്ലതും ഉണ്ടെങ്കിൽ, എക്സ്ട്രാ വല്ലതും പാച്ച് വർക്ക് പോലെ വല്ലതും ഉണ്ടെങ്കിൽ അത് പൂത്ത് കളയണം. അതിന് ശേഷം നമുക്ക് ഉപയോഗിക്കേണ്ടത്, ഞാൻ ഉപയോഗിക്കുന്നത് പോൺസിൻ്റെ നാച്ചുറൽ ഗ്ലോ ഫേസ് പൗഡർ എന്ന് പറയുന്നത്. പോൺസിൻ്റെ നാച്ചുറൽ ഗ്ലോ ഫേസ് പൗഡർ അതെടുത്തതിന് ശേഷം ഇതുപോലെ തന്നെ ഈ കഴുത്തേലും എല്ലാം തേക്കണം. ഈ കോട്ടിട്ടിരിക്കുന്നത് കൊണ്ടാണ് ഞാനത് തേക്കാത്തത്. രണ്ട് കളറായിട്ടിരിക്കും. ഇത് നമ്മൾ ഉപയോഗിക്കുന്നത് എല്ലാം മേളിലോട്ട് അപ്പോഴും ഡയറക്ഷനിലെ നമ്മൾ തൂക്കാവുള്ളൂ. അല്ലെങ്കിൽ നമ്മുടെ മുഖത്ത് ഈ സാഗിങ് വരും. എന്ന് വെച്ചാൽ സ്കിന്ന് ലൂസായിട്ട് ഡബിൾ ചിൻ മാതിരി കിടക്കും. അടുത്തത് ലിപ്സ്റ്റിക്ക്.
ഫേസ്, ഇത് കമ്പനി ഫേസസ് കാനഡയുടെ ഡാഷ് ഓഫ് പിങ്ക് 05. ഇതാകുമ്പം വേറെ മോയ്സ്ചറൈസർ ഒന്നും ചുണ്ടയിൽ ഇടേണ്ട കാര്യമില്ല, നേരെ ഡയറക്റ്റ് അപ്ലൈ ചെയ്യുക. വരയ്ക്ക് പുറത്ത് പോകരുതെന്ന് മാത്രമേ ഉള്ളൂ. എന്നിട്ട് ഇങ്ങനെ വെക്കാം. ഇത് മസ്കാരയാണ്. ഇത് ഏത് കമ്പനിയുടെ വേണമെങ്കിലും നല്ല കമ്പനി നിങ്ങൾ നോക്കിയെടുക്കുക. ഇതിൻ്റെ കറക്റ്റ് കമ്പനി തെളിഞ്ഞിട്ടില്ല, അതുകൊണ്ട് മസ്കാരയാണ് ഇത്. പിരിയത്തിന് ഐലാഷസിന് ഉപയോഗിക്കാൻ വേണ്ടി പിരിയം ഇങ്ങനെ നേരെ വെച്ച് നല്ല തിക്കായിട്ടുള്ള പിരിയം പോലെ തോന്നിക്കും. എല്ലാ കുറവുണ്ടെങ്കിലും ഈ മസ്കാരയുടെ അടുത്തത് ഇത് മെയ്ബെലിൻ ന്യൂയോർക്ക് എന്ന് പറയുന്ന കമ്പനിയുടെ ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള ജെൽ ഐലൈനറാണ്. ഇത് ഈസി ആയിട്ട് ആർക്കും അറിയാൻ മേലാത്തവർക്കും പെട്ടെന്ന് ഉപയോഗിക്കാം. ഇത് ജസ്റ്റ് ഈ ബ്രഷ് പോലെയുള്ള സംഭവത്തിലോട്ട് ഇതിങ്ങനെ എടുക്കുക. അതിന് ശേഷം നമ്മുടെ ഈ സ്റ്റാർട്ട് ചെയ്യുന്ന ഭാഗത്ത് ചെറുതായിട്ടും ഇവിടെയും ചെറുതായിട്ട് വെക്കണം. അതിനുശേഷം ഇവിടെ ഈ ഭാഗത്ത് വീതി കൂടിയ വൃത്തികളില്ല. സ്റ്റാർട്ടിങ് സ്ഥലത്തും വീതി കൂടരുത്, ലാസ്റ്റിന് സ്ഥലത്തും വീതി കൂടരുത്. ആദ്യം അകത്തോട്ട് വരയ്ക്കുക, അതിനുശേഷം പുറത്തോട്ട് വരയ്ക്കുക. എന്തെങ്കിലും കൂടുതലുണ്ടെങ്കിൽ നമുക്ക് ടിഷ്യൂ പേപ്പർ കൊണ്ട് തുടയ്ക്കാവുന്നതേ ഉള്ളൂ. ഇത് 36 hours വരെ പോകാതിരിക്കും. നല്ലപോലെ കഴുകി കളയുന്നിടം വരെ അറിയാൻ മേലാത്തവർക്ക് ഈസി ആയിട്ട് എഴുതാവുന്നതാണ്. മോയ്സ്ചറൈസർ, അതിനുശേഷം മിനിമലിസ്റ്റിൻ്റെ സൺസ്ക്രീൻ SPF 50 എന്നുള്ളത്. മൂന്നാമത് ലാക്മേയുടെ ഫൗണ്ടേഷൻ 925. അടുത്തത് പോൺസിൻ്റെ നാച്ചുറൽ ഗ്ലോ ഫേസ് പൗഡർ. അതിനുശേഷം ലിപ്സ്റ്റിക് എന്ന് പറയുന്നത് ഡാഷ് ഓഫ് പിങ്ക്, ഫേസസ് കാനഡ ഡാഷ് ഓഫ് പിങ്ക് 05. അതിനുശേഷം മെയ്ബെലിൻ ന്യൂയോർക്കിൻ്റെ ലാസ്റ്റിംഗ് ഡ്രാമ ജെൽ ലൈനർ എന്ന് പറയുന്ന സംഭവം. മസ്കാര ഏത് കമ്പനിയുടെ വേണമെങ്കിലും ഉപയോഗിക്കാം. മസ്കാരയാണിത്. ഇത് പിരിയം ഷെയ്ഡ് ചെയ്യുന്നതിനും അതുപോലെ തന്നെ നമ്മുടെ ഐലാഷസ് ഷെയ്ഡ് ചെയ്യുന്നതിനും ഉപയോഗിക്കാം. ഇത് നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.